തൃശ്ശൂരിൽ നിന്നാണ് ഇന്ന് കത്ത് വന്നിരിക്കുന്നത്. മുരളീധരനാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഇന്ന് ഇത് എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് കത്ത് അയക്കുന്നത്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, ഉയർന്ന പൊസിഷനിലുമാണ്. ഇപ്പോൾ സസ്പെൻഷനിലാണ്. ചില സഹപ്രവർത്തകരുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ കുടുക്കിയതാണ്. ആകെ ഇപ്പോൾ നാണക്കേടും മാനസികമായ ബുദ്ധിമുട്ടിലുമായി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കുടുങ്ങി സസ്പെൻഷനിലായി ഭാര്യ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സസ്പെൻഷൻ എന്ന് പറയുന്നത് സാധാരണ നിലയിൽ സർവ്വസാധാരണമാണ്. അതിനകത്ത് വലിയൊരു ദുഃഖമൊന്നും രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല. സൂര്യദശയിലെ ശുക്രാപഹാരം രണ്ടും പരസ്പരം യോജിക്കുന്ന ഒരു ഗ്രഹനിലയല്ല. അപഹാരങ്ങൾ കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ദശാനാഥൻ്റെ അപഹരിക്കുക, അതാണ് അപഹാരം എന്ന് പറയുന്നത്. സൂര്യദശയിലെ ശുക്രൻ്റെ അപഹാരം എന്ന് പറയുമ്പം കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ചതിയിലോ വഞ്ചനയിലോ കെണിയിലോ അകപ്പെടാവുന്ന കാലമാണ്. ഒരുപക്ഷേ സർക്കാർ ഉദ്യോഗമാണെന്നാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണെന്നാണ്, ഏതെങ്കിലും മുൻകാല വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ ഇവർ കാരണം അല്ലെങ്കിൽ മുരളീധരൻ്റെ വൈഫ് കാരണം മറ്റാർക്കോ അതിൻ്റെ ക്ഷീണം സംഭവിച്ചിട്ടുള്ളതും തക്കം പാത്ത് അവസരം വിനിയോഗിച്ചിരിക്കുകയാണ്. ഈ ദശാകാലം മാറി വീണ്ടും ഒരു 2 വർഷമോടെ കഴിയുന്ന മുറയ്ക്ക് 2 വർഷത്തേക്കിന് ഈ സസ്പെൻഷൻ കാലാവധി നിന്നേക്കും. കാരണം ഈ അപഹാരം വരുമ്പോൾ ഇതിൻ്റെ തുടക്കം ഉള്ള ദശാനാഥൻ മുതലുള്ള, അതായത് മിനിമം ഒരു 5 വർഷം 10 വർഷം പിറകോട്ടുള്ള ഒരു പരക്കത്തെരച്ചിൽ, അതായത് ഈ മുരളീധരൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഏത് തസ്തികയിലൊക്കെ ഇരുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു പുനരവലോകനം, അന്വേഷണം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ എന്തുമാത്രം പരാതികളും മറ്റ് റെഡ് മാർക്കുകളും ഒക്കെ വീണിട്ടുണ്ട് എന്നൊക്കെ ഉള്ള പരിശോധനകളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഒന്നിൽ കുടുങ്ങി എങ്കിൽ കരുതിക്കൂട്ടി അതുപോലെ ഇനി ഒരിക്കലും പൊങ്ങരുതെന്നുള്ള നിലയിലാണ് കുരുക്കിയിട്ടിരിക്കുന്നത്. അപ്പം ഒരു ഭാഗത്ത് അപഖ്യാതിയും ആരോപണവും, ഒരു ഭാഗത്ത് ഇത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ആരോപിതയാണ്, കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ ഇതിൻ്റെ പണം തിരിച്ചടയ്ക്കുകയും കൂടെ വേണം. തിരിച്ചടച്ചാൽ കുറ്റം സമ്മതിച്ചു എന്നും കുറ്റവാളിയാണെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ജയിൽ ശിക്ഷ വരെ വലയും. ക്രിമിനൽ കുറ്റമോ തടവോ ജയിൽ ശിക്ഷയോ, ക്രിമിനൽ കുറ്റങ്ങളും തടവും പിഴശിക്ഷയും വരെ വേണമെങ്കിൽ വരികയോ, അതല്ലെങ്കിൽ ഈ ആളിനെ വിഭാവനം ചെയ്തുകൊണ്ട് ഈ ആൾ മുഖാന്തരം ആരെങ്കിലും ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയോ തത്തുല്യമായ അവസ്ഥയിലേക്ക് വരികയോ ഒക്കെ ചെയ്തതിനെ പറ്റിയുള്ള ഒരു അന്വേഷണം ഒരു സാമട്ടിൽ നടക്കും. ത്വരിതഗതിയിൽ നടക്കത്തില്ല. ഒരു ഒച്ചഴിയുന്ന പോലെ ചുരുക്കത്തിൽ ഒരു 2 വർഷം 2.5 വർഷവും കൂടെ ഒരു സ്വൈരം സമാധാനം ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ സസ്പെൻഷൻ അങ്ങനെ അങ്ങ് നീണ്ടുപോകും. അത് കഴിവതും സസ്പെൻഷൻ കാലാവധിക്കൊന്നും വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കത്തില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ആത്മപരിശോധനയും കൂടെ അതിനകത്ത് വേണം. ആത്മപരിശോധനയിൽ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് മേളിൽ നിന്ന് കിട്ടിയ ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. മേളിൽ നിന്നൊരാളെ തലക്കിട്ട് അടിക്കാനാണ് ഓർഡറെങ്കിൽ അങ്ങനെ അടിക്കാവോ? ഇല്ല. അതുകൊണ്ട് ചെയ്യാവുന്ന നിലവിലുള്ള ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യാവുന്ന ദ്രോഹമേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനകത്തൊക്കെ മേളിൽ നിന്ന് വരുന്നതിനെയൊന്നും നമ്മൾ അപ്പാടൊന്നും വിശ്വസിക്കരുത്. ഒന്ന് എഴുതി മേടിച്ചോണം. എഴുതി മേടിച്ചിട്ടൊക്കെ ചെയ്യാവുള്ളൂ എന്താണ് ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്നുള്ളത്. എഴുതി മിക്കവാറും വരത്തില്ല. ഫോണിൽ കൂടെയോ മൊബൈൽ വഴിയോ ദൂതൻ മുഖാന്തരോ അല്ലെങ്കിൽ വൈകുന്നേരം ക്ലബ്ബിൽ വെച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ കാഫി വെച്ചോ ഒക്കെ ആയിരിക്കും ഇന്നത് ചെയ്തേരെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. കാരണം വിശ്വസനായതുകൊണ്ട് പറയുന്ന കേൾക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പൊളിറ്റീഷ്യൽ പ്രസംഗ് അല്ലെങ്കിൽ മേലധികാരികളാണ് പണക്കാൻ പറ്റിയാൽ അങ്ങനത്തെ ചില വകുപ്പുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഏകാൻ മൂളിൽ നിൽക്കേണ്ട വകുപ്പുകളൊക്കെ ഉണ്ട്. ചുരുക്കത്തിൽ സസ്പെൻഷൻ കാലാവധിയിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. ചെയ്ത കുറ്റങ്ങളോ അല്ലെങ്കിൽ അതുമായി അനുബന്ധ പ്രശ്നങ്ങൾ ഗുരുതരമല്ലെങ്കിൽ
ഇതിന് ചെയ്യേണ്ടത് മൃത്യുഞ്ജയം എന്ന കർമ്മമാണ്. കാരണം ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കുമല്ലോ ദേവാമൃതത്തിലോട്ട് ലെറ്റർ അയച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ കുറ്റം ചെയ്ത് കാണത്തില്ല. കാരണം കുറ്റം ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, നോക്കേണ്ട കാര്യം. ഞാൻ ചെയ്തു പോയി, അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം, എനിക്ക് വിധിക്കപ്പെട്ടതാണ് എന്ന് സ്വമേധയാ അവനവൻ്റെ മനസ്സ് പറയും. അപ്പം അതല്ല, എന്തോ ഇതിനകത്ത് സത്യസന്ധത ഉണ്ട്. അതിനെ മൃത്യുഞ്ജയം എന്ന കർമ്മങ്ങൾ ചെയ്യുക, പേര് നക്ഷത്രം ചേർത്ത് മൃത്യുഞ്ജയവും സുദർശനവും കൂടെ കൂട്ടി ജോയിൻ ചെയ്ത് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ പഴയ കാലത്തെ പ്രശ്നങ്ങളുമൊക്കെ ലഘൂകരിക്കപ്പെട്ട് പോവുകയും മേലധികാരികളോ അല്ലെങ്കിൽ അതുപോലുള്ള ഓർഡർ അനുസരിച്ച് ചെയ്യാൻ നിർബന്ധിതയായി എന്നുള്ള ഒരു അന്വേഷണത്തിൽ എത്തിച്ചേരുകയോ ഏതെങ്കിലും നിസ്സാര വകുപ്പുകൾ ചുമത്തി എന്തെങ്കിലും ഇൻക്രിമെൻറ്റോ മറ്റെന്തെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്തുകയോ ചെയ്യാം. ഒരു സസ്പെൻഷൻ വന്നതല്ലേ, അത് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷേ ഇത് മാറി ഗുണകരമായൊരവസ്ഥയിലേക്ക് 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്, നിസ്സംശയം പറയാം. അതുവരെ മൃത്യുഞ്ജയ പൂജയോ മൃത്യുഞ്ജയ ഹോമമോ സുദർശന പൂജയോ ചെയ്യുക. ഇതിൻ്റെ കാഠിന്യങ്ങൾ കുറയും. 2-2.5 വർഷം കൊണ്ടേ അന്വേഷണം പൂർത്തിയാവത്തുള്ളൂ.